ഹലോ അനുപം ആർട്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ജേർണലിംഗ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന 3 ജേർണൽ ടൂൾസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ഐറ്റംസാണ്. സോ നോ വെറീസ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ ടൂള്. സെക്കൻഡ് ആയിട്ട് ഉണ്ടാക്കിയത് ഒരു പ്രിൻ്റർ ഐറ്റമാണ്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചെറിയൊരു ബോക്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എന്നിട്ട് അതെല്ലാം കൂടെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആവും. 2 സൈഡിലായിട്ട് സെല്ലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പ് ഒട്ടിക്കുമ്പോൾ ഇത് വേഗം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സർഫസ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഉണ്ടാക്കിയത് സ്റ്റിക്കേഴ്സൊക്കെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്സോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. കണക്റ്റ് ചെയ്യുന്ന ഇതുപോലെ ഒരു പിക്ചർ വരച്ചെടുത്തിട്ട് അതിന് 2 സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ആവണമല്ലോ, എന്നാലാണല്ലോ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഐറ്റംസാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത്. പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ദിവസം കൂടിയാണ്. എൻ്റെ ചാനലിൽ 600 സബ്സ്ക്രൈബേഴ്സ് ആയി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. സോ അപ്പോൾ തന്നെ ഇതെൻ്റെ ഡയറിയിൽ എഴുതി വെക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ ജേർണലിന് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഇനിയൊരു ഡയറി വിത്ത് ജേർണൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മിനി പ്രിൻ്റർ ഫസ്റ്റ് റെഡി ആയില്ലെങ്കിലും പിന്നെ ഞാൻ കളർ അടിച്ച് വെച്ചു. കാരണം ഞാൻ ആ ഷേപ്പ് വെട്ടിയതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.